നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. പലപ്പോഴും പല വാർത്തകളും വളരെ വൈകാരികമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നവരാണ് മാധ്യമപ്രവർത്തകർ. പല വാർത്തകൾ കാണുമ്പോഴും നമ്മളും നിസ്സഹായരായി പലപ്പോഴും നിന്നു പോകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏറെ നടുക്കിയ, കേരളത്തെ മുഴുവൻ നടുക്കിയ കൊലപാതകമാണ് വെഞ്ഞാറമൂട് നടന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ അവിടെ മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയാണ്. അവിടെ ഇനിയും തെളിവെടുപ്പ്, അഫാനുമായിട്ടുള്ള തെളിവെടുപ്പ് എല്ലാം തന്നെ ബാക്കിയാവുകയാണ്. ഒപ്പം തന്നെ രണ്ടുപേർ അവിടെയുണ്ട് ജീവനോടെ. പക്ഷേ ഇപ്പോഴും ജീവശവമായി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ കുടുംബമാണ്. കാരണം റഹീമിൻ്റെ ഗൾഫിൽ നിന്ന് എത്തിയതിന് ശേഷം 7 വർഷങ്ങൾക്ക് ശേഷം എത്തിയപ്പോൾ കേട്ട വാർത്ത ഇതായിരുന്നു. ഒപ്പം തന്നെ അന്ന് അഫാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഉമ്മ ഷെമി ഇപ്പോൾ ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനില പുരോഗതിയുണ്ട്. ഒപ്പം തന്നെ ഇതുവരെയായിട്ടും ഷെമി അഫാനെതിരെ മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പോലീസിനെ ഈ ഒരു കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഇനി അഫാന്റെ തെളിവെടുപ്പും കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കഴിഞ്ഞാലും അഫാൻ തീർച്ചയായിട്ടും ജയിലിൽ പോകും. പഴുതടച്ചിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലും അഫാൻ ഇനിയും പുറത്തിറങ്ങാതെ ഇരിക്കാനുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കുന്നുണ്ട്. മൊഴികളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുന്ന തിരക്കിലാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് അഫാൻ ജയിലിലേക്ക് പോയാലും ഇനി ബാക്കി എന്ത്, ഇനി മുൻപോട്ട് എന്ത് എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന 2 പേരാണ് റഹീമും അതുപോലെ തന്നെ ഷെമിയും. മാനസികമായി തകർന്നിരിക്കുകയാണ് ആ ഒരു പിതാവ്. സ്വന്തമായിട്ടുള്ള ആ ഒരു വീട്ടിലോട്ട്, തൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തെടുത്ത് പണിത ഒരു വീട്ടിലേക്ക് ഇനി ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. കാരണം അവിടെയാണ് തൻ്റെ ഇളയ മകനും അതുപോലെ തന്നെ അഫാന്റെ മൂത്ത മകൻ്റെ കാമുകിയായിട്ടുള്ള ഫർസാനയടക്കം കൊല്ലപ്പെട്ടത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴും കാണുമ്പോഴും നമ്മളും പറയൂ, ഇനി എങ്ങനെയാണ് അവർ ആ വീട്ടിൽ ജീവിക്കുക എന്നുള്ളത്. ഏതായാലും ആ ഒരു അച്ഛനും അമ്മയും സംബന്ധിച്ച് ആ വീട്ടിൽ ഇനിയും സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് കടങ്ങളുണ്ട്. ആ ഒരു വീട് വിൽക്കുന്ന ഒരു തീരുമാനത്തിലൊക്കെയൊക്കെ അദ്ദേഹം പലപ്പോഴും എത്തിയിട്ടുണ്ട് എന്നൊക്കെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എങ്ങോട്ട് പോകും? ബന്ധുവീടുകളിലേക്ക് ഒന്നും തന്നെ പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം ബന്ധുവീടുകളിൽ നിന്നെല്ലാം തന്നെ വലിയ തുക ഷെമിയും അതുപോലെ തന്നെ അഫാനും കടം വാങ്ങിയിട്ടുണ്ട്. അതൊന്നും തിരിച്ചു നൽകിയിട്ടില്ല. അതിൻ്റെ പകയിൽ കൂടിയാണല്ലോ അഫാൻ പിതൃ സഹോദരനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പോലീസിനോട് മൊഴി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുവീടുകളിലേക്കൊന്നും തന്നെ ഇവർക്ക് പോകാനായിട്ട് സാധിക്കില്ല. അഥവാ ഒരു ബന്ധുവീടുകളിലേക്ക് പോയാൽ തന്നെ എത്ര കാലം അവിടെ അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതൊരു ചോദ്യമാണ്. 2 മക്കളെയും നഷ്ടപ്പെട്ടു. ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തത് അവരുടെ മൂത്ത മകനാണ്. ഇപ്പോൾ ഇവരുടെ ഒരു അവസ്ഥയൊക്കെ അറിഞ്ഞ് ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഇങ്ങനെ കണ്ടും കേൾക്കുന്നതുമാണ്. ഏതായാലും ഇപ്പോൾ 24 ചാനൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതിയായിട്ടുള്ള അഫാന്റെ മാതാപിതാക്കൾക്ക് വീട് നൽകാമെന്നുള്ള ഒരു ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. വളരെ നല്ലൊരു വാർത്തയാണ്. SKN40 വെഞ്ഞാറമൂട് നടന്ന മോർണിംഗ് ഷോയിലാണ് 24 ചീഫ് എഡിറ്റർ ആയിട്ടുള്ള N ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ വീട് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റഹീമിനോട് തന്നെയാണ് അദ്ദേഹം നേരിട്ട് ഇത്തരത്തിൽ അവർക്ക് വീട് നൽകാമെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലഹരിക്കും ആക്രമണത്തിനുമെതിരായ കേരള യാത്രയിൽ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അഫാന്റെ പിതാവും ചികിത്സയിലുള്ള മാതാവും നിലവിൽ വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം ആശ്രയ കേന്ദ്രത്തിലാണ് കഴിയുന്നത്. അവിടെയാണ് ഷെമിയുടെ മറ്റുള്ള ചികിത്സാ കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഷെമിയെ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വെഞ്ഞാറമൂടുള്ള ഈ ഒരു സ്നേഹസ്പർശം കെയർ ഹോമിലേക്ക് മാറ്റിയത്. അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ശ്രീകണ്ഠൻ നായർ ഇത്തരത്തിലൊരു പ്രഖ്യാപനവുമായിട്ട് അല്ലെങ്കിൽ ഒരു ഉറപ്പുമായിട്ട് വരുന്നത്. വീട് പണി ഉടൻ ആരംഭിക്കുമെന്നാണ് 24 ചീഫ് എഡിറ്ററായിട്ടുള്ള R ശ്രീകണ്ഠൻ നായർ റഹീമിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. പഴയ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും മക്കളുടെ ഓർമ്മകൾ തന്നെ പിന്തുടരുമെന്നും അഫാന്റെ പിതാവ് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം അവരെങ്ങനെയായിരിക്കും, നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു അച്ഛൻ്റെ വേദന എന്ന് പറയുന്നത്, അതും ഇത്രയും വർഷം കിടന്ന് അദ്ദേഹം കഷ്ടപ്പെട്ട് മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് പണിത് ഒരു സ്വപ്ന ഭവനം കൂടിയായിരുന്നു അത്. ഏറ്റവും നല്ല, എല്ലാ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന പോലെ അവരുടെ മക്കളും ഏറ്റവും നന്നായി ജീവിക്കണമെന്ന് ആയിരുന്നു അദ്ദേഹവും ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം ഇത്രമാത്രം മറയുമെന്ന് ആരും വിചാരിച്ചു കാണില്ല. അതുതന്നെയാണ് ആ പിതാവിൻ്റെ വിഷമവും. തനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോയി അവിടെ താമസിക്കുവാനായിട്ട് സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വിഷമം കേട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 24 ചാനൽ അവർക്ക് വീട് വെച്ച് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. മക്കളെ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി വളർത്തിയെടുക്കണം.
എനിക്ക് പറ്റിയത് അതാണ്. 7 വർഷത്തോളം വരാൻ പറ്റാതെ അവിടെ നിന്ന് പോയതാണ് മകൻ. ഇങ്ങനെ ആയിപ്പോയത്. നമ്മൾ ജീവിതമാർഗം തേടി പോയതാണ് ഗൾഫിലോട്ട്. കഷ്ടപ്പെട്ട് മക്കളെ വളർത്താൻ വേണ്ടി പോയതാണ്. ഇങ്ങനെ ആയി പോകുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവരും നോക്കി നിൽക്കെ തകർന്നടിഞ്ഞു പോയ ജീവിതം വീണ്ടും കരപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അബ്ദുൾ റഹീം ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വീടെന്നുള്ളൊരു സ്വപ്നം ഇപ്പോൾ 24 ചാനൽ തന്നെ നിറവേറ്റി നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ആ വീടിനുള്ള പണി ആരംഭിക്കുമെന്നും 24 ചാനൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. വളരെ ശുഭകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ലൊരു വാർത്തയാണ് നമുക്ക് ഈ ഒരു ദുഃഖത്തിനിടയിലും അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള ദുഃഖത്തിനിടയിലും നമുക്ക് ഒരു ആശ്വാസമാകുന്നത്. ആ ഒരു വീട് പണി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഷെമിയും അതുപോലെ തന്നെ റഹീം അവിടെ തന്നെയായിരിക്കും താമസിക്കുക. ആ ഒരു വീട്ടിലേക്ക്, കൊലപാതകം നടന്നിട്ടുള്ള ഒരു വീട്ടിലേക്ക് ഒരിക്കൽ പോലും പോകാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് 100% ശരിയാണ്. ഏതായാലും ഈ ഒരു റഹീം നാട്ടിലെത്തിയപ്പോൾ തന്നെ തൻ്റെ മകനൊക്കെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും അവൻ കുറ്റം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമം വിധിക്കുന്ന ശിക്ഷ ലഭിക്കണം, ഷെമിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു അബ്ദുൾ റഹീം ആദ്യം പറഞ്ഞിരുന്നത്. ഭാര്യ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വീട് തുറന്നു കിട്ടാത്തതിനാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു ആശ്രയ കേന്ദ്രത്തിലാണ് ഭാര്യയെ ഇപ്പോൾ താമസിപ്പിക്കുന്നത്. ഇനിയും 1 വർഷത്തോളം ചികിത്സ തുടരേണ്ടി വരും. കാരണം ഗുരുതരമായിട്ടുള്ള പരിക്കാണ് അവർക്ക് പറ്റിയിട്ടുള്ളത്. മാത്രമല്ല മാനസികമായിട്ടും അവർ തളർന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. എനിക്കിപ്പോൾ ജോലിയുമൊന്നുമില്ല, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല. എനിക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി വീടും സ്ഥലം വിറ്റ് തീർക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. കൊറോണയ്ക്ക് ശേഷമാണ് സാമ്പത്തിക പ്രതിസന്ധിയും ബാധ്യതയും ഉണ്ടായത്. അവസാനത്തെ 2.5 മാസം വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാനും കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കോവിഡ് വന്ന ശേഷമാണ് ഇവിടെ നമുക്കറിയാം കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ലോകത്തിലുള്ള ഏത് ഒരാളെ എടുത്താലും ജീവിതം മറ്റൊരു രീതിയിലേക്ക് പോകുന്നതായിരുന്നു കോവിഡ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഈ ഒരു കുടുംബത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. കോവിഡ് വരെ കാര്യങ്ങളൊന്നും തന്നെ വളരെ കുഴപ്പമില്ലാതെ അദ്ദേഹം പൈസയൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു, കടങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് എങ്ങനെയാണ്, പിന്നെ ഏതൊരു ഘട്ടത്തിലാണ് ഇത്രയും കടങ്ങൾ തൻ്റെ കുടുംബത്തിന് വന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ട് അതൊക്കെ തീർക്കണം. പക്ഷെ ഇപ്പോൾ അദ്ദേഹം നാട്ടിലാണ്. അപ്പോൾ ഒരു ജോലിയും ഈ ഒരു സാഹചര്യത്തിലില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടറിഞ്ഞ് ആരെങ്കിലും അദ്ദേഹത്തിന് ജോലിയും കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ. അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ജോലിയും അദ്ദേഹത്തിന് ആരെങ്കിലും കൊടുക്കുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. കാരണം അത്രയേറെ കടങ്ങളുണ്ട്. മാത്രമല്ല ഇനിയുള്ളത് ആകെയുള്ളൊരു ആശ്രയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അവരുടെ ആരോഗ്യനില പൂർണ്ണമായി വീണ്ടും വീണ്ടെടുക്കണം. ഒരുപോലെ വീണ്ടും അവർക്ക് ജീവിക്കണം. അതുകൊണ്ട് അതിനും പണം അത്യാവശ്യമാണ്. ഇപ്പോൾ വീട് നൽകിയതുപോലെ തന്നെ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞ് ഒരു ജോലിയും നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ഷെമി ഇപ്പോഴും മകനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ അടക്കം കുഴപ്പിക്കുന്നത്. കാരണം ഈ ഒരു കേസിൽ ഏറെ നിർണായകമായിട്ടുള്ളത് ഷെമിയുടെ മൊഴിയാണ്. പക്ഷേ തുടക്കം മുതൽ തന്നെ ആദ്യമായിട്ട് ഷെമി ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പോലീസ് അടക്കം ഷെമിയുടെ മൊഴി എടുക്കാനായിട്ട് എത്തിയപ്പോഴും താൻ കട്ടിലിൽ നിന്ന് വീണതാണെന്നായിരുന്നു ഷെമി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഷെമി ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പോലും അഫാന്റെ പേരോ അല്ലെങ്കിൽ അഫാനാണ് ഇത്തരത്തിൽ ചെയ്തതെന്നുള്ള തരത്തിൽ യാതൊരു ഒരു വാക്ക് പോലും ഷെമിയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ പതുക്കെ കുറച്ചും കൂടി കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി വരുമ്പോൾ ഒരുപക്ഷെ മകനെതിരെ അവർ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം റഹീം ആണെങ്കിൽ, കാരണം റഹീം എല്ലാം കണ്ടും കേട്ടിരിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റഹീമിനറിയാം അഫാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു നാട്ടിലെ നിയമം അനുസരിച്ച് അവന് കിട്ടാനുള്ള കുറ്റത്തിനുള്ള ശിക്ഷ കിട്ടിയിരിക്കണം എന്ന് തന്നെയാണ് റഹീം ഉറപ്പിച്ചു പറയുന്നത്. അതാണ് തൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ജനിച്ചു പോയാൽ മരിക്കുന്നത് വരെ ജീവിക്കണം, മുന്നോട്ട് പോയേ പറ്റൂ, അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ ജീവിക്കണം, ഭാര്യയുടെ അസുഖം ഭേദമാക്കണം, ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ ചെന്നാൽ മക്കളുടെ ഓർമ്മ വരും എന്നുകൊണ്ട് വാക്കുകൾ ഇടറിക്കൊണ്ടായിരുന്നു റഹീം മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ചിരുന്നത്. എന്തായിരിക്കും ഈ കേസിൽ നിർണായകമാകാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല. ഇനിയും ആ ഒരു വീട്ടിലടക്കം തെളിവെടുപ്പ് നടത്തിയിട്ടുള്ള അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിന് മറ്റുള്ള വീടുകളിലെല്ലാം തന്നെ തെളിവെടുപ്പിനായിട്ട് എത്തിച്ചപ്പോൾ അഫാൻ വളരെ കൂളായിട്ട് യാതൊരു തരത്തിലുള്ള കുറ്റബോധമില്ലാതെയായിരുന്നു കാര്യങ്ങൾ അവിടെ സംഭവിച്ചതൊക്കെ തന്നെ വിവരിച്ചത്. അത് തന്നെയായിരിക്കുമോ ഇവിടെ എത്തുമ്പോഴും ആവർത്തിക്കുക എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും ഇപ്പോൾ മറ്റുള്ള നടപടികളായിട്ടൊക്കെ തന്നെ പോലീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ വീട്ടിലേക്ക് തെളിവെടുപ്പിനായിട്ട് എത്തിക്കുക.